വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പുതിയ SCERT ചാപ്റ്ററാണ്. 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 6ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് കൃഷിയിൽ നിന്ന് വ്യവസായത്തിലേക്ക് എന്നാണ്. ഈ ഒരു ചാപ്റ്ററിൽ കൂടുതലായിട്ട് പറയുന്നത് എക്കണോമിക്സുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്ററാണ്. അതായത് സാമ്പത്തിക ശാസ്ത്രമുണ്ടല്ലോ അല്ലേ, പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല എന്ന് പറയുന്ന ഭാഗം. അതുപോലെ തന്നെ എന്തൊക്കെയാണ് മൂലധനം, പിന്നെ നമുക്ക് അറിയാം ഭൂമി തൊഴിൽ, മൂലധനം, സംഘാടനം എന്ന് പറയുന്ന ഉൽപ്പാദന ഘടകങ്ങൾ, അങ്ങനത്തെ ആ ഒരു ഭാഗങ്ങളൊക്കെ വരുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. നമ്മുടെ ചാനലിൽ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള SCERT ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ PSC സ്റ്റുഡൻസിനായിട്ട് നമ്മൾ SCERT സിലബസ് ബേസ്ഡ് ആയിട്ട് ഓരോ ടോപ്പിക്ക് വൈസ് ആയിട്ട് SCERT ക്ലാസ്സുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ കാണാൻ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. 6ാമത്തെ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? കൃഷിയിൽ നിന്ന് വ്യവസായത്തിലേക്ക് എന്നാണ്. ഇവിടെ നമുക്ക് വൈലോപ്പിള്ളി ശ്രീധര മേനോൻ എന്തോ പറഞ്ഞിട്ടുണ്ട് അല്ലേ, നോക്കി നോക്കിയേ. പണ്ട് പിതാമഹർ കാട്ടിൻ നടുവിൽ ചിന്തകൾ ഉരുസിടും അക്കാലം, വന്നു പിറന്നിതു ചെന്നിന മോലും വാളു കണക്കൊരു തീനാളം. മനുഷ്യർ തങ്ങളുടെ ചുറ്റുപാടിനെ രൂപപ്പെടുത്തി കൃഷി ആരംഭിച്ചതിനെക്കുറിച്ചാണ് വൈലോപ്പിള്ളി കവിതയിലൂടെ പറയുന്നത്. കൃഷിയുടെ ആരംഭത്തെക്കുറിച്ചും ഭക്ഷ്യശേഖരണത്തിൽ നിന്നും ഭക്ഷ്യോൽപാദനത്തിലേക്കുള്ള മാറ്റത്തെക്കുറിച്ചും മുൻ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ. ഭൂമി, മനുഷ്യാധ്വാനം എന്നീ ഘടകങ്ങളാണ് ആദ്യകാലത്ത് കാർഷിക ഉൽപാദനത്തിനായി മനുഷ്യർ പ്രയോജനപ്പെടുത്തിയിരുന്നത്. അപ്പോൾ ആദ്യകാലത്ത് മനുഷ്യർ എന്താണ് ഈ കാർഷിക ഉൽപാദനത്തിനായിട്ട് പ്രയോജനപ്പെടുത്തിയിരുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഭൂമിയും, രണ്ട് മനുഷ്യാധ്വാനം അല്ലേ. ഭൂമിയിൽ കൃഷി ചെയ്യുക എന്ന് പറയുന്നത് അല്ലേ. ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും ഭൂമി കൃഷി യോഗ്യമാക്കുന്നതിനും അക്കാലത്ത് കൂടുതൽ അധ്വാനം വേണ്ടി വന്നിരുന്നു. അപ്പോൾ ആ സമയത്ത്, അതായത് പണ്ട് കാലത്ത് ഉൽപാദനം വർദ്ധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അത് കൃഷി എന്താ പറയുക യോഗ്യമാക്കി, അതായത് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ഭൂമിയാക്കി എടുക്കണം അല്ലേ. അതിന് നല്ല കഷ്ടപ്പാടുണ്ടായിരുന്നു. കാരണം ആ ഒരു സമയത്ത് എന്താ പറയുക മൂർച്ചയുള്ള ഉപകരണങ്ങളോ അല്ലെങ്കിൽ യന്ത്രങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. കാലക്രമേണ ഇരുമ്പിൽ നിർമ്മിച്ച മൂർച്ചയുള്ളതും ഉറപ്പുള്ളതുമായ ഉപകരണങ്ങൾ ഉപയോഗപ്പെടുത്തി കൂടുതൽ ഭൂപ്രദേശങ്ങൾ കൃഷി യോഗ്യമാക്കി. ഇത് ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കാൻ സഹായിച്ചു. അങ്ങനെ കാലം അതായത് നമ്മൾക്ക് ഇന്നത്തെ കാലത്ത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വ്യത്യാസം നന്നായിട്ട് മനസ്സിലാകാനായിട്ട് പറ്റും അല്ലേ. ഇന്നാണെന്നുണ്ടെങ്കിൽ കുറേ യാന്ത്രിക ഉപകരണങ്ങളുണ്ട്. നമുക്കിപ്പോൾ ഒരു പാടം ഉഴുതു മറിക്കണം എന്നുണ്ടെങ്കിൽ എളുപ്പമാണ്. പക്ഷേ അന്നത്തെ കാലത്ത് അങ്ങനെ ഉപകരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, യന്ത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു വ്യത്യാസമാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ കൂടുതലും ഉപകരണങ്ങളും അതുപോലെ തന്നെ മുറിച്ചുള്ള ആയുധങ്ങളും വന്നതോട് കൂടിയിട്ട് ഇത് പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റി. ഇത് ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കുവാനായിട്ട് സഹായിച്ചു. അപ്പോൾ എങ്ങനെയാണ് ഈ കൃഷി വ്യാപിക്കുന്ന ഇടയാക്കിയ സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കാം, അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ വ്യാപാരത്തിൻ്റെ തുടക്കം എങ്ങനെയാണ് വരുന്നതെന്നൊക്കെയാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. സ്കൂളിലെ സാമൂഹ്യ ശാസ്ത്ര ലാബിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള മനുഷ്യ പുരോഗതിയുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ നോക്കിയേ. ആദ്യം ആയുധങ്ങളുടെയും ഉപകരണങ്ങളുടെയും നിർമ്മാണം കാണിച്ചിട്ടുണ്ട്. കൃഷിയുടെ വ്യാപനം എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. സാധനങ്ങളുടെ കൈമാറ്റം, സാധനങ്ങളുടെ വിപണനം. നോക്കിയേ, ഇപ്പോൾ ഇതിൽ സാധനങ്ങളുടെ കൈമാറ്റം എന്ന് പറയുമ്പോൾ എന്താണ്? ബാർട്ടർ സമ്പ്രദായമാണ് അല്ലേ. അപ്പോൾ ആദ്യമൊക്കെ നമുക്ക് ഈ പണം എന്ന് പറയുന്ന ഒരു ഇത് ഉണ്ടായിരുന്നില്ല, ഒരു മൂല്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് മുമ്പ് എന്താണ് ചെയ്തിരുന്നത്? തങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങൾ മാറ്റി കൊടുക്കുക. ഇത് വേറൊരാളുടെ, ഇപ്പം എനിക്ക് മുട്ടയാണ് ആവശ്യമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വേറൊരാളുടെ മുട്ട ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മുട്ട ഞാൻ വാങ്ങിക്കും. എൻ്റെ കയ്യിൽ പാലാണെന്നുണ്ടെങ്കിൽ ആ പാല് ആൾക്ക് കൊടുക്കും. അതായത് സാധനങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതിയാണ് ബാർട്ടർ സമ്പ്രദായം എന്ന് പറയുന്നത്. അതാണ് സാധനങ്ങളുടെ കൈമാറ്റം എങ്ങനെയായിരുന്നു പറഞ്ഞിട്ടുണ്ട്. സാധനങ്ങളുടെ വിപണനം എന്ന് പറയുന്നത് എങ്ങനെയാണ്? വഞ്ചിയിലോ കപ്പലിലോ എങ്ങനെയൊക്കെയായിരിക്കും വിപണനം നടന്നിട്ടുണ്ടായിരിക്കുക. അതുപോലെ തന്നെ ആയുധങ്ങളുടെയും ഉപകരണങ്ങളുടെയും നിർമ്മാണം നോക്കി കൈ കൊണ്ടാണ് ചെയ്യുന്നത് അല്ലേ. കൃഷിയുടെ വ്യാപനമാണെന്നുണ്ടെങ്കിൽ കന്നുകാലികളെ കൊണ്ടും അതുപോലെ തന്നെ മനുഷ്യരാണ് അവിടെ അധ്വാനിക്കുന്നത് കൂടുതലായിട്ട്. അവിടെ യന്ത്രിക ഉപകരണങ്ങൾ കാണപ്പെടുന്നുണ്ടോ? ഇല്ല. കൃഷി വ്യാപകമായതോടെ ഉൽപാദനം വർദ്ധിക്കുകയും അത് മിച്ചോൽപാദനത്തിന് വഴി തെളിയിക്കുകയും ചെയ്തു. അപ്പോൾ കൃഷി വ്യാപിച്ചപ്പോഴാണ് ഉൽപാദനം കൂടിയത്. അധികം വന്ന ഭക്ഷ്യവസ്തുക്കൾ മനുഷ്യർ ഭാവിയിൽ ഉപയോഗത്തിനായി സൂക്ഷിച്ചു വെച്ചു. കാലക്രമേണ ഭക്ഷ്യവസ്തുക്കൾ സംഭരിക്കുക മാത്രമല്ല ആവശ്യക്കാർക്ക് കൈമാറുകയും ചെയ്തിരുന്നു. സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ പരസ്പരം കൈമാറിയിരുന്ന സമ്പ്രദായം ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ആദ്യം ബാർട്ടർ സമ്പ്രദായം എന്നാണ് അല്ലേ. ബാർട്ടർ സമ്പ്രദായം എന്നാണ് സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ പരസ്പരം കൈമാറിയിരുന്ന സമ്പ്രദായം അറിയപ്പെടുന്നത്.
ആദ്യകാലത്ത് പ്രാദേശികമായി മാത്രമാണ് ഇത്തരം കൈമാറ്റം നിലനിന്നിരുന്നത്. തുടർന്ന് ദേശങ്ങൾ കടന്നും ഈ കൈമാറ്റം വ്യാപിച്ചു. അപ്പോൾ ആദ്യമൊക്കെയാണെന്നെങ്കിൽ തൊട്ടടുത്ത ആൾക്കാർക്കാണ് ഇങ്ങനെ കൈമാറ്റങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് അത് എങ്ങോട്ട് ദേശങ്ങൾ കടന്നിട്ട് കൈമാറ്റം വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ക്രമേണ സാധന കൈമാറ്റത്തിനായി ചെമ്പിലും വെള്ളിയിലും സ്വർണത്തിലും നിർമ്മിച്ച നാണയങ്ങൾ വിനിമയ മാധ്യമമായി ഉപയോഗിച്ചു തുടങ്ങി അല്ലേ. അതായത് അതിനുശേഷം ഇതിപ്പോൾ നോക്കിയതോ ഏതോ ഒരു ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, 10ാം ക്ലാസ്സിലെയാണോ 9ാം ക്ലാസ്സിലെയാണോ 9ാം ക്ലാസ്സിലെന്ന് തോന്നുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് അതിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് ഈ പണത്തിലേക്ക് എങ്ങനെയാണ് എത്തിയെന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഇവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു, ഈ സാധനങ്ങളാണ് കൈമാറ്റം നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഇത് ചെമ്പിലും നിർമ്മിച്ച നാണയങ്ങൾ വന്നു തുടങ്ങി. അതിനുശേഷം വെള്ളിയിൽ നിർമ്മിച്ച നാണയങ്ങൾ വന്നു തുടങ്ങി. അതിനുശേഷം സ്വർണത്തിൽ നിർമ്മിച്ച നാണയങ്ങൾ വന്നു തുടങ്ങി. അതിനുശേഷമാണ് ഈ പണം എന്ന് പറയുന്നതിലേക്ക് എത്തുന്നത്. അതിനുശേഷമാണ് ഈ ചെക്കോ അല്ലെങ്കിൽ നമുക്ക് കാർഡുകളുണ്ടല്ലോ ആ സൗകര്യങ്ങളിലൊക്കെ എത്തുന്നുണ്ട്. അപ്പോൾ ക്രമേണ സാധന കൈമാറ്റത്തിനായി ചെമ്പിലും വെള്ളിയിലും സ്വർണത്തിലും നിർമ്മിച്ച നാണയങ്ങൾ വിനിമയ മാധ്യമമായി ഉപയോഗിച്ചു തുടങ്ങി. കരകൗശല വസ്തുക്കൾ, തുണിത്തരങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവയായിരുന്നു ആഭ്യന്തര വ്യാപാരത്തിലെ പ്രധാന വസ്തുക്കൾ. അപ്പോൾ ആ ഒരു സമയത്തെ പ്രധാന വസ്തുക്കൾ എന്ന് പറയുന്നത് എന്താണ്, കരകൗശല വസ്തുക്കളും തുണിത്തരങ്ങളും സുഗന്ധവ്യഞ്ജനങ്ങളൊക്കെ ആയിരുന്നു. സാധനങ്ങളുടെ കൈമാറ്റം പിൽക്കാലത്ത് വിദൂര ദേശങ്ങൾ തമ്മിലും ആരംഭിച്ചു. അപ്പോൾ ആദ്യം സാധനങ്ങളുടെ കൈമാറ്റം നമ്മൾ അപ്പുറത്തുള്ള പ്രദേശങ്ങളിൽ മാത്രമാണ് കൈമാറ്റം ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് അത് നാടുകളിൽ നിന്നും എങ്ങോട്ടേക്ക് പോവുകയാണ്, വിദൂര ദേശങ്ങളിലേക്ക് പോവുകയാണ് അല്ലേ. വിദേശ വ്യാപാരം പുതിയ വ്യാപാര പാതകൾ രൂപപ്പെടുന്നതിന് വഴിയൊരുക്കി. അങ്ങനെ അതായത് ഇപ്പോൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നത് ആദ്യം നമ്മളുടെ പ്രദേശങ്ങളിലായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് തന്നെയായിരുന്നു. അതിനുശേഷം ഇത് വിദേശത്തിലേക്ക് പോവുകയാണ്, അതായത് പല രാജ്യങ്ങളുമായിട്ടുള്ള കൈമാറ്റത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ കൈമാറ്റത്തിന് പോകണമെന്നുണ്ടെങ്കിൽ തന്നെ എന്താ അവിടെ ആവശ്യമുണ്ട്, എന്തോ ഒരു സംഭവം ആവശ്യമുണ്ടല്ലോ, എന്തെങ്കിലും ഒരു ഗതാഗതം വേണമല്ലേ. ഗതാഗതം ഉണ്ടായാൽ മാത്രമാണ് ഇതൊക്കെ നമുക്ക് ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് വിദേശ വ്യാപാരം പുതിയ വ്യാപാര പാതകൾ രൂപപ്പെടുന്നതിന് വഴിയൊരുക്കിയത്. ഏഷ്യ ഭൂഖണ്ഡത്തിലെ കിഴക്കും പടിഞ്ഞാറും തമ്മിലും ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക എന്നിവ തമ്മിലുള്ള വാണിജ്യ ബന്ധം നിലനിർത്തിയിരുന്ന പട്ടുപാത ഇതിന് ഉദാഹരണമാണ്. അപ്പം എന്താണ് പറയുന്നത്, ഏഷ്യ ഭൂഖണ്ഡത്തിലെ കിഴക്കും പടിഞ്ഞാറും തമ്മിലും, ഏഷ്യ ഭൂഖണ്ഡം അതായത് നമ്മൾ ഇന്ത്യയൊക്കെ എവിടെയാണ്, ഏഷ്യയാണ് അല്ലേ. അപ്പോൾ ഏഷ്യ ഭൂഖണ്ഡത്തിലെ കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ളതും അതുപോലെ തന്നെ ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക എന്നിവ തമ്മിലുള്ള വാണിജ്യ ബന്ധം നിലനിർത്തിയിരുന്ന പാത ഇതാണ്, പട്ടുപാത എന്ന് പറയും, സിൽക്ക് റൂട്ട് എന്ന് പറയും. ഇതിന് ഉദാഹരണമാണ്, ഈ ഒരു വാണിജ്യ പാതയ്ക്ക് എക്സാമ്പിളാണ്. ഇനി നോക്കി ഇവിടെ കൃഷിയുടെ വ്യാപനം നടന്നപ്പോൾ എന്ത് സംഭവിച്ചു, കൃഷിയുടെ വ്യാപനം നടന്നപ്പോൾ മിച്ചോൽപാദനം ലഭിച്ചു. അത് ഉൽപ്പന്ന സംഭരണത്തിന് വഴിയൊരുക്കി. ഉൽപ്പന്ന സംഭരണം ഉൽപ്പന്ന കൈമാറ്റത്തിലേക്ക് വഴിയൊരുക്കി. അങ്ങനെ ഉൽപ്പന്ന കൈമാറ്റത്തിൽ നിന്ന് ചന്തകളും അങ്ങാടികളൊക്കെ രൂപപ്പെട്ടു. അതിനുശേഷമാണ് കച്ചവട കേന്ദ്രങ്ങളും നഗരങ്ങളും വരുന്നത്. അപ്പോൾ കച്ചവട കേന്ദ്രങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത്, ആദ്യം കൃഷി നന്നായിട്ട് വ്യാപിക്കുകയാണ്, അവിടെ മിച്ചോൽപാദനം വരാണെന്നുണ്ടെങ്കിൽ അത് ഉൽപ്പന്നം സംഭരിക്കുകയാണ്. അങ്ങനെ ഉൽപ്പന്നം സംഭരിച്ചതിന് ശേഷം അത് ഉൽപ്പന്നം കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കൈമാറ്റം ചെയ്യപ്പെടുന്നതിന് വേണ്ടിയിട്ട് എന്ത് വന്നു, അങ്ങാടികളും ചന്തകളൊക്കെ വന്നു. അതിനുശേഷമാണ് കച്ചവട കേന്ദ്രങ്ങളും നഗരങ്ങളൊക്കെ വരുന്നത്. ഇനി സാമ്പത്തിക പ്രവർത്തനങ്ങൾ. കൃഷിയിൽ നിന്നും വ്യാപാരത്തിലേക്കുള്ള വളർച്ച നമ്മൾ ചർച്ച ചെയ്തല്ലോ. കൃഷിയും വ്യാപാരവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രവർത്തനങ്ങൾ പിൽക്കാലത്ത് വരുമാനം ലക്ഷ്യം വെച്ചുള്ളവയായി മാറി. അപ്പോൾ ആദ്യമൊക്കെ കൃഷി അന്നന്നേക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് കൃഷി ചെയ്തിരുന്നത് അല്ലേ. പിന്നീട് അത് ഭാവിയിലേക്ക് സംഭരിക്കാൻ ആ ഒരു സംഭരണത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഭാവിയിലേക്കും ഇതൊക്കെ നമുക്ക് വെക്കാമെന്നൊക്കെ അതൊക്കെ പഠിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്, വരുമാനമായിരുന്നു. അതായത് കൃഷിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പിന്നീട് വരുമാനത്തിനായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കൗടില്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ എന്താ പറയുന്നത്, അഭിവൃദ്ധിയുടെ മൂലകാരണം സാമ്പത്തിക പ്രവർത്തനങ്ങളാണ്. അതിൻ്റെ അഭാവം ഗുരുതരമായ ദുരിതം കൊണ്ടുവരുന്നു. ഫലവത്തായ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ അഭാവം നിലവിലെ അഭിവൃദ്ധിയെയും ഭാവിയിലെ വളർച്ചയെയും അപകടപ്പെടുത്തുന്നു. അപ്പോൾ കൗടില്യൻ എന്താണ് പറയുന്നത്, അഭിവൃദ്ധിയുടെ മൂലകാരണം സാമ്പത്തിക പ്രവർത്തനങ്ങളാണ് അല്ലേ. ഏതൊരു സമൂഹത്തിൻ്റെയും പുരോഗതി നിർണ്ണയിക്കുന്നത് എന്താണ്, സാമ്പത്തിക പ്രവർത്തനങ്ങളാണ്. അപ്പം പഠിച്ചു വയ്ക്കുക, കൗടില്യൻ്റെയാണ്, അർത്ഥശാസ്ത്രം ആരുടേതാണ്, കൗടില്യൻ്റേതാണ്.
ചന്ദ്രഗുപ്ത മൗര്യൻ്റെ മന്ത്രിയായിരുന്ന കൗടില്യൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചല്ലോ. ഏതൊരു സമൂഹത്തിൻ്റെയും പുരോഗതി നിർണ്ണയിക്കുന്നത് സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്നാണ് കൗടില്യൻ സൂചിപ്പിക്കുന്നത്. അപ്പോൾ എന്താണ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് വെച്ചാൽ വരുമാനം ലഭ്യമാകുന്ന പ്രവർത്തനങ്ങളെയാണ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഈ സാമ്പത്തിക പ്രവർത്തനങ്ങൾ സാധ്യമാകുന്നത് ഉൽപാദനം എന്ന പ്രക്രിയയിലൂടെയാണ്. അപ്പോൾ വരുമാനം ലഭ്യമാകുന്ന പ്രവർത്തനങ്ങളെയാണ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഈ സാമ്പത്തിക പ്രവർത്തനങ്ങൾ സാധ്യമാകുന്നത് എങ്ങനെയാണ്? ഉൽപാദനം എന്ന് പറയുന്ന പ്രക്രിയയിലൂടെയാണ് അല്ലേ? ഉൽപ്പാദിപ്പിച്ചാലാണ് നമുക്ക് എന്ത് ലഭിക്കുള്ളൂ? വരുമാനം ലഭിക്കുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഉൽപ്പാദിപ്പിക്കണം, അതിനുശേഷം അത് കൈമാറ്റം ചെയ്യപ്പെടണം, അല്ലെങ്കിൽ അത് വിൽക്കണം അല്ലേ? അങ്ങനെയൊക്കെയല്ലേ വരുമാനം ലഭിക്കുന്നത്. അപ്പോൾ അതാണ് പറയുന്നത്. ഇവിടെ നോക്കി ഇവിടെ ചായ നമ്മുടെ പ്രിയപ്പെട്ട പാനീയങ്ങളിൽ ഒന്നാണ് അല്ലേ? ഈ ചായ ഉണ്ടാക്കുന്നതിന് തേയില ആവശ്യമാണ്. അപ്പോൾ തേയില എങ്ങനെയായിരിക്കും നമ്മുടെ വീടുകളിൽ എത്തുന്നുണ്ടായിരിക്കുക? എങ്ങനെയാണ് തേയില എത്തുന്നുണ്ടായിരിക്കുക? ആദ്യം തേയില എന്ത് ചെയ്യും? തേയില ചെടികളിൽ നിന്നും ഇലകൾ നുള്ളിയെടുക്കും അല്ലേ? ഇതിട്ട് ഫാക്ടറിയിൽ എത്തിച്ചിട്ട് സംസ്കരിച്ചിട്ട് തേയില പൊടിയാക്കി മാറ്റും. ഈ തേയിലപ്പൊടി കവറുകളിലാക്കി വാഹനങ്ങളിൽ നമ്മുടെ വീടിന് സമീപത്തുള്ള കടകളിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ തേയില നമ്മുടെ കൈകളിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ തേയില തോട്ടങ്ങളിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം തന്നെ തേയില കൃഷി ചെയ്യണം. എന്നിട്ട് തേയിലയുടെ ഇല നുള്ളിയിട്ട് അതിന് സംസ്കരിച്ചിട്ട് ഫാക്ടറികളിൽ സംസ്കരിച്ചിട്ട് അവിടെ എന്തായിട്ട് മാറും? തേയിലപ്പൊടിയായിട്ട് മാറും. ഈ തേയിലപ്പൊടി വാഹനങ്ങളിലേക്ക് എവിടേക്ക് എത്തും? ഈ വലിയ വലിയ കടകളിലേക്ക് എത്തിക്കും അല്ലേ? അതിനുശേഷമാണ് നമ്മുടെ വീടിനടുത്തുള്ള കടകളിലേക്ക് ഈ തേയില വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് തേയില വന്നതെന്ന് മനസ്സിലായല്ലോ. ഇങ്ങനെ തേയിലത്തോട്ടങ്ങളിൽ നിന്നും തേയില നമ്മുടെ കൈകളിൽ എത്തുന്നത് വരെയുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇത്തരം സാമ്പത്തിക പ്രവർത്തനങ്ങളെ ഇവയുടെ പൊതു സ്വഭാവം അനുസരിച്ച് 3 മേഖലകളായിട്ട് തിരിക്കാം. സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ വിഭജനം. എന്താണ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? വരുമാനം ലഭ്യമാകുന്ന പ്രവർത്തനത്തെയാണ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. വരുമാനം ലഭ്യമാകുന്ന പ്രവർത്തനങ്ങളെയാണ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. സാമ്പത്തിക പ്രവർത്തനങ്ങൾ സാധ്യമാകുന്നത് ഉൽപാദനം എന്ന പ്രക്രിയയിലൂടെയാണ്. സാമ്പത്തിക പ്രവർത്തനങ്ങൾ സാധ്യമാകുന്നത് ഉൽപാദനം എന്ന പ്രക്രിയയിലൂടെയാണ്. ഈ സാമ്പത്തിക പ്രവർത്തനങ്ങളെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല അല്ലേ? ഇതിൽ പ്രാഥമിക മേഖല എന്ന് വെച്ചാൽ ഏതാണ് വരിക? പ്രാഥമിക മേഖല എന്ന് പറയുമ്പോൾ ഇതൊക്കെ വരും. പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് പ്രാഥമിക മേഖല എന്ന് പറയുന്നത്. അതായത് പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തുന്ന ആ പ്രവർത്തനങ്ങൾ വരുന്ന മേഖലയാണ് പ്രാഥമിക മേഖല എന്ന് പറയുന്നത്. ഇതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്താണ്? കൃഷിയാണ്. കൃഷിക്ക് പ്രാധാന്യമുള്ളത് കൊണ്ട് ഈ മേഖല കാർഷിക മേഖല എന്ന് അറിയപ്പെടുന്നു. പ്രാഥമിക മേഖല എന്നറിയപ്പെടുന്നു, കാർഷിക മേഖല എന്നറിയപ്പെടുന്നു. കാരണം ഇവിടെ കൃഷിക്കാണ് പ്രാധാന്യം കൂടുതലായിട്ടുള്ളത്. അപ്പോൾ പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ലഭിക്കുക എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് വരിക? കൃഷി വരും, വനപരിപാലനം, ഖനനം, മത്സ്യബന്ധനം എന്നിവയൊക്കെ എന്താണ്? നേരിട്ട് നമുക്ക് ലഭിക്കുന്നതാണ് അല്ലേ? നേരിട്ട് ലഭിക്കുന്നതാണ്. കൃഷി, വനപരിപാലനം, ഖനനം, മത്സ്യബന്ധനം ഒക്കെ നേരിട്ട് ലഭിക്കുന്ന പ്രകൃതി വിഭവങ്ങളാണ്. ഇനി ദ്വിതീയ മേഖല എന്ന് വെച്ചാലോ പ്രാഥമിക മേഖലയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലയെയാണ് ദ്വിതീയ മേഖല എന്ന് പറയുന്നത്. ദ്വിതീയ മേഖല എന്ന് വെച്ചാൽ എന്താണ്? പ്രാഥമിക മേഖലയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലയാണ് ദ്വിതീയ മേഖല എന്ന് പറയുന്നത്. അതായത് പ്രാഥമിക മേഖല എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ലഭിക്കുന്ന മേഖലയാണെന്ന് പറഞ്ഞു അല്ലേ? പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ലഭിക്കുന്നു. അപ്പോൾ പ്രകൃതി വിഭവങ്ങൾ ഈ പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ഒരു ഉൽപ്പന്നം നിർമ്മിക്കുക, അതിനെയാണെന്ന് പറയുന്നത് ദ്വിതീയ മേഖല എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്തിന് എക്സാമ്പിളാണ്? നമുക്ക് പറയാം വ്യവസായത്തിന് എക്സാമ്പിളാണെന്ന് പറഞ്ഞുകൂടെ അല്ലേ? ഒരു പുതിയ ഉൽപ്പന്നം നിർമ്മിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു മേഖലയെ വ്യവസായ മേഖല എന്ന് വിളിക്കാം. വ്യവസായത്തിന് പ്രാധാന്യമുള്ള ഈ മേഖലയെ വ്യവസായിക മേഖല എന്ന് വിളിക്കാം. അപ്പോൾ നാം പറഞ്ഞത് പ്രാഥമിക മേഖല എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് കൃഷിയാണ് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിനാൽ ഇതിനെ കാർഷിക മേഖല എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ദ്വിതീയ മേഖല എന്ന് വെച്ചാൽ വ്യവസായത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, പുതിയ ഉൽപ്പന്നം നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. അതിനാൽ വ്യാവസായിക മേഖല എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഏതൊക്കെ വ്യവസായങ്ങൾ? എല്ലാ വ്യവസായങ്ങളും ഈ ദ്വിതീയ മേഖലയിൽ വരും അല്ലേ? എക്സാമ്പിൾ എന്താണ്? വൈദ്യുതി ഉൽപ്പാദനം, ടെക്സ്റ്റൈൽ വ്യവസായം, പിന്നെന്താണ് കെട്ടിട നിർമ്മാണം എന്നിവയൊക്കെ എന്താണ്? ദ്വിതീയ മേഖലയ്ക്ക് എക്സാമ്പിളാണ്. ഇനി തൃതീയ മേഖല. പ്രാഥമിക ദ്വിതീയ മേഖലകളിലെ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് പിന്തുണ പ്രദാനം ചെയ്യുന്ന മേഖലയാണ് തൃതീയ മേഖല എന്ന് പറയുന്നത്. പ്രാഥമിക ദ്വിതീയ മേഖലകളിലെ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക്
പിന്തുണ പ്രദാനം ചെയ്യുന്ന മേഖലയാണ് തൃതീയ മേഖല എന്ന് പറയുന്നത്. അതായത് പ്രാഥമിക ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനുമൊപ്പം എല്ലാവിധ സേവന പ്രവർത്തനങ്ങളും ഈ മേഖലയിൽ ഉൾപ്പെടുന്നു. അതായത് തൃതീയ മേഖല എന്ന് പറയുമ്പോൾ നമുക്ക് ഈ തൃതീയ മേഖലയിൽ എന്ന് പറയാം സേവന മേഖല പറയാം നമുക്ക്. അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ കൂടുതലായിട്ട് ചെയ്യുന്ന പ്രാഥമിക ദ്വിതീയ ഉൽപ്പന്നങ്ങളെ സംഭരിക്കുക, അതിനെ വിതരണം ചെയ്യുക എന്നീ പ്രവർത്തനങ്ങളൊക്കെയാണ് തൃതീയ മേഖലയിൽ വരുന്നത്. അപ്പോൾ ഇവിടെ തന്നെ സേവനങ്ങൾ, പ്രധാനപ്പെട്ട സേവനങ്ങളൊക്കെ എന്താണ് തൃതീയ മേഖലയുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബാങ്കിങ് എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ആരോഗ്യ രംഗത്തെ, അതുപോലെ തന്നെ വാർത്താവിനിമയം, ഇവയൊക്കെ എന്താണ് തൃതീയ മേഖലയ്ക്ക് എക്സാമ്പിളാണ്. ബാങ്കിങ്, ആരോഗ്യരംഗം, വാർത്താവിനിമയം തുടങ്ങിയവ. അപ്പോൾ ക്ലിയർ ആയല്ലോ. പ്രാഥമിക മേഖല എന്ന് വെച്ചാൽ പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തുന്ന പ്രവർത്തനത്തെയാണ് അല്ലേ പ്രാഥമിക മേഖല എന്ന് പറയുന്നത്. ഈ പ്രാഥമിക മേഖലയിൽ നിന്നറിയപ്പെടുന്നു കൃഷിയിലെ അപ്പോൾ ദ്വിതീയ മേഖല എന്ന് വെച്ചാൽ എന്താണ്? ദ്വിതീയ മേഖലയെ എന്നറിയപ്പെടുന്നു വ്യാവസായിക മേഖല എന്നറിയപ്പെടുന്നു. അതായത് ഈ പ്രാഥമിക മേഖലയിലുള്ള അസംസ്കൃത വസ്തുക്കളെ, പ്രാഥമിക മേഖലയിൽ നിന്ന് അസംസ്കൃത വസ്തുക്കൾ ലഭിക്കും. ഈ അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് പുതിയ ഉൽപ്പന്നം നിർമ്മിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ന് പറയാം ദ്വിതീയ മേഖല എന്ന് പറയാം. അപ്പോൾ നമുക്ക് എന്ന് പറയാം ഇതിനെ വ്യാവസായിക മേഖല എന്നും പറയാം അല്ലേ. ഇതിന് എക്സാമ്പിളാണ് വൈദ്യുതി ഉൽപ്പാദനം, കെട്ടിട നിർമ്മാണം, ടെക്സ്റ്റൈൽ വ്യവസായം. എല്ലാ വ്യവസായങ്ങളും ഇതിൽ വരുന്നതാണ് ദ്വിതീയ മേഖലയിലാണ് വരാം. ഇനി തൃതീയ മേഖലയെ എന്ന് നാം പറഞ്ഞത് സേവന മേഖല എന്നറിയപ്പെടുന്നു എന്ന് പറഞ്ഞു അല്ലേ. അതായത് സേവന മേഖല എന്ന് പറയുമ്പോൾ സേവനങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഉൽപ്പന്നങ്ങളൊക്കെ വിതരണം ചെയ്യുക, സംഭരണം ചെയ്യുക, അതൊക്കെ വരുന്ന ഇതിലാണ് തൃതീയ മേഖലയിൽ തന്നെയാണ് വരുന്നത്. പ്രാഥമിക ദ്വിതീയ മേഖലകൾക്ക് ഒരു പിന്തുണ അല്ലേ, ഒരു പിന്തുണ നൽകുന്ന ഒരു മേഖലയാണ് എന്ന് പറയാം തൃതീയ മേഖല എന്ന് പറയാം. അതുപോലെ തന്നെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുക, വിതരണം ചെയ്യുക, അതുപോലെ തന്നെ ഇത് സേവന പ്രവർത്തനങ്ങൾ ചെയ്യാം. അതിനാൽ തന്നെ ഇതിനെന്നറിയപ്പെടുന്നു സേവന മേഖല എന്നറിയപ്പെടുന്നു. ഇതിന് എക്സാമ്പിൾ നമ്മൾ എന്താ പറഞ്ഞത്? ബാങ്കിങ്, ആരോഗ്യരംഗം, വാർത്താവിനിമയമൊക്കെ ഇതിന് എക്സാമ്പിളാണ്, ഈ തൃതീയ മേഖലയ്ക്ക് എക്സാമ്പിളാണ്. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഖനനം എന്ന് പറയുന്ന ഇത് മേഖലയാണ്, പ്രാഥമിക മേഖലയിലാണ് അല്ലേ. മത്സ്യബന്ധനം ചിലതാണ് നേരിട്ട് മത്സ്യം ലഭിക്കുകയാണ് ചെയ്യുന്നത്, പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ലഭിക്കുകയാണ്. അപ്പോൾ നമുക്ക് മത്സ്യബന്ധനം എന്ന് പറയുന്നത് പ്രാഥമിക മേഖല എന്ന് നമുക്ക് പറഞ്ഞൂടെ. ഇനി ആരോഗ്യരംഗം എന്ന് വെച്ചാൽ എന്താണ്? അതൊരു സേവനമാണ് അല്ലേ. അപ്പോൾ സേവന മേഖല എന്ന് പറയുമ്പോൾ ഇതെന്ന് പറഞ്ഞു തൃതീയ മേഖല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ തൃതീയ മേഖലയാണ്. ഇനി വ്യവസായം വരുമ്പോൾ എന്താണ്? വ്യവസായം വരുമ്പോൾ എന്തായാലും ദ്വിതീയ മേഖലയാണ്. ദ്വിതീയ മേഖലയാണ് വ്യവസായ മേഖല എന്നറിയപ്പെടുന്നത്. കെട്ടിട നിർമ്മാണം അതെന്ന് പറയുന്ന ഒരു വ്യവസായം തന്നെയല്ലേ. അപ്പോൾ അതെന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയാം, അല്ലെങ്കിൽ പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തിയിട്ട് ഉണ്ടാക്കുന്ന ഒരു ഉൽപ്പന്നമാണെന്ന് നമുക്ക് പറയാം അല്ലേ, കെട്ടിട നിർമ്മാണം എന്ന് പറയുന്നത്. അപ്പം കെട്ടിടം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് പറയാം, ഇതിനെന്ന് പറയാം ഏതിൽ വരും? ദ്വിതീയ മേഖലയിൽ വരും അല്ലേ. ഇനി കൃഷി എന്ന് പറയുന്നതാണ് കാർഷിക മേഖല എന്നറിയപ്പെടുന്ന ഒരു മേഖല ഉണ്ടായിരുന്നത്, ഇതാണ് പ്രാഥമിക മേഖലയാണ്. അപ്പോൾ കൃഷി എന്ന് പറയുന്നത് പ്രാഥമിക മേഖലയ്ക്ക് എക്സാമ്പിളാണ്. ഇനി വൈദ്യുതി ഉൽപ്പാദനം എന്ന് വെച്ചാൽ എന്താണ്? വൈദ്യുതി ഉൽപ്പാദനം എന്ന് പറയുന്നത് ഒരു എന്താണ് വരാം? ദ്വിതീയ മേഖലയാണോ തൃതീയ മേഖലയാണോ വരാം? വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഉൽപ്പാദിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഏതാണ് വരാം? ദ്വിതീയ മേഖലയാണ് വരാം. ഇനി വാർത്താവിനിമയം എന്ന് പറയുന്നത് എന്താണ്? വാർത്താവിനിമയം എന്ന് പറയുന്നത് എന്താണ്? ഒരു സേവനമാണ് അല്ലേ. അപ്പോൾ നമുക്ക് സേവന മേഖല, അതായത് തൃതീയ മേഖല എന്ന് പറയാം. ബാങ്കിങ് എന്ന് പറയുന്നത് എന്താണ്? സേവന മേഖലയാണ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി വ്യവസായങ്ങളുടെ വളർച്ച, ഒരു ആത്മകഥ തന്നിട്ടുണ്ട്. മഴ നനഞ്ഞ് മഞ്ഞണിഞ്ഞ് വെയിലേറ്റ് മലഞ്ചെരുവിൽ നിന്ന് റബ്ബർ മരത്തിലെ പാലായിട്ടാണ് ഞാൻ ആദ്യം രൂപപ്പെട്ടത്. എന്നെ ശേഖരിച്ച് ആസിഡ് കലർത്തി ഷീറ്റ് രൂപത്തിലാക്കി. അതായത് റബ്ബർ ചെരുപ്പ് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്നാണ് പറയുന്നത്. മഴ നനഞ്ഞ് മഞ്ഞണിഞ്ഞ് വെയിലേറ്റ് മലഞ്ചെരുവിൽ നിന്ന് റബ്ബർ മരത്തിലെ പാലാണ് ശരിക്കും പറഞ്ഞാൽ ഈ നമ്മൾ റബ്ബർ ചെരുപ്പ് ഉണ്ടാക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ പാല് ഈ റബ്ബർ ചെരുപ്പ് ആവുന്നതെന്നാണ് പറയുന്നത്. എന്നെ ശേഖരിച്ച് ആസിഡ് കലർത്തിയിട്ട് ഷീറ്റ് രൂപത്തിലാക്കി. അതായത് ഈ റബ്ബർ പാൽ ശേഖരിച്ചിട്ട് ആസിഡ് കൂട്ടിയിട്ടാണ് എന്താക്കി മാറ്റുന്നത്? ഷീറ്റ് രൂപത്തിലാക്കുന്നുണ്ട്. ഉണക്കിയെടുത്ത ഷീറ്റ് വാൽക്കനൈസേഷൻ പ്രക്രിയയിലൂടെ കട്ടിയുള്ളതാക്കി മാറ്റി. ചെരുപ്പിൻ്റെ കനമുള്ള അച്ച് ഉപയോഗിച്ച് അമർത്തിയപ്പോൾ ഞാൻ കൂടുതൽ ബലമുള്ളതായി. ചുറ്റികയുടെ നാദവും തുകലിൻ്റെയും റബ്ബർ ഷീറ്റിൻ്റെയും ഗന്ധവുമുള്ള തൊഴിൽശാലയിൽ വെച്ച് ഞാൻ ചെരുപ്പ് രൂപത്തിലായി. എന്നെ കൂടുതൽ മോടി വരുത്തി വിപണിയിലേക്ക് കയറ്റിവിട്ടു. വിപണിയിൽ വെച്ചാണ് ഞാൻ മനുഷ്യരുമായി ചങ്ങാത്തം കൂടിയത്. പലപ്പോഴും പലരുടെയും ജീവിതയാത്രയുടെ ഭാഗമായി നഗരത്തിലെ തിരക്കേറിയ തെരുവുകളിൽ, ശാന്തമായ ഗ്രാമങ്ങളിൽ, മലമ്പാതകളിൽ, തൊഴിൽശാലകളിലെല്ലാം എൻ്റെ ഉടമയുടെ പാദവും പേറി ഞാൻ സഞ്ചരിച്ചു എന്ന് റബ്ബർ ചെരുപ്പിൻ്റെ ഒരു ആത്മകഥ പറയുന്നുണ്ട്.
കാർഷിക മേഖലയിൽ നിന്നും സംഭരിച്ച അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് മനുഷ്യർക്ക് ഉപകാരപ്രദമായ വിവിധ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിന് നിരവധി ഉദാഹരണങ്ങൾ നമ്മൾ പരിചയപ്പെട്ടല്ലോ. ആദ്യകാലത്ത് ഭക്ഷ്യവസ്തുക്കളാണ് കൂടുതലായി കൃഷി ചെയ്തിരുന്നത്. അപ്പോൾ ആദ്യത്തെ സമയത്ത് പണ്ട് കാലത്തൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൃഷി ചെയ്തിരുന്ന എന്താണ്, ഭക്ഷ്യവസ്തുക്കളാണ്. ഞാൻ പറഞ്ഞു അല്ലേ, നമുക്ക് അന്നന്ന് കഴിക്കാനുള്ള ഭക്ഷണമാണ് അവർ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നത്. കാലക്രമേണ വ്യവസായ വളർച്ചയ്ക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ കൃഷി ചെയ്യാനായിട്ട് തുടങ്ങി. ഇത് പരുത്തി, ചണം തുടങ്ങിയ കാർഷിക വിളകളുടെ വ്യാപനത്തിന് കാരണമായി. അതിനുശേഷം ഇവരെന്താണ് ചെയ്യുന്നത്, അസംസ്കൃത വസ്തുക്കൾ കൃഷി ചെയ്യാൻ, വ്യവസായ വളർച്ചയ്ക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ കൃഷി ചെയ്യാൻ. ഇത് പരുത്തി, ചണം തുടങ്ങിയ കാർഷിക വിളകളുടെ വ്യാപനത്തിന് കാരണമായി. പ്രകൃതി വിഭവങ്ങളും കാർഷിക മേഖലയിൽ നിന്ന് സംഭരിച്ച അസംസ്കൃത വസ്തുക്കളും ഉപയോഗിച്ച് വ്യവസായ മേഖല വളർന്നു. അങ്ങനെ പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിച്ചും കാർഷിക മേഖലയിൽ നിന്ന് എന്ത് ലഭിക്കും, അസംസ്കൃത വസ്തുക്കൾ ലഭിക്കും അല്ലേ. ഇത് രണ്ടും ലഭിച്ചതിന് ശേഷം അതെന്താണ്, വ്യവസായ മേഖല വളരുന്നു അല്ലേ. അപ്പോൾ എന്താണ് പറയുന്നത്, ഇപ്പോൾ നോക്കിയ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. മുളയാണ്. മുള എന്ന് പറയുന്ന ഒരു അസംസ്കൃത വസ്തുവാണ്. ഈ മുളയിൽ നിന്ന് പേപ്പർ റോൾ ഉണ്ടാക്കി, പേപ്പർ റോൾ വെച്ചിട്ട് എന്താണ്, നോട്ട് ബുക്ക് ഉണ്ടായി അല്ലേ. അതുപോലെ തന്നെ നോക്കിയ റബ്ബർ പാൽ എന്ന് പറയുന്നത് റബ്ബർ പാലോണ്ടാണ് റബ്ബർ ഷീറ്റ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. അതിനുശേഷം അത് ടയർ ആക്കിയാലോ, അല്ലെങ്കിൽ നമുക്ക് റബ്ബർ ചെരുപ്പാക്കി എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കാർഷിക മേഖലയും വ്യവസായ മേഖലയും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചിത്രങ്ങളിൽ നിന്ന് തിരിച്ചറിഞ്ഞല്ലോ. അതുപോലെ പ്രാഥമിക, ദ്വിതീയ മേഖലകൾക്ക് ആവശ്യമായ സേവനങ്ങൾ പ്രദാനം ചെയ്യുന്നത് തൃതീയ മേഖല ആയതിനാൽ ഈ മൂന്ന് മേഖലകളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. മൂന്ന് മേഖലകളിലും നടക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ഫലമായാണ് ഉൽപാദനം സാധ്യമാക്കുന്നത്. അപ്പോൾ ഉൽപാദനം എന്ന് വെച്ചാൽ എന്താണ് പറയുന്നത്, പ്രാഥമിക, ദ്വിതീയ, തൃതീയ ഈ മൂന്ന് മേഖലകളിലെയും സേവനം ആവശ്യമാണ് അല്ലേ. മൂന്ന് മേഖലകളും ആവശ്യമാണ്. ഈ പ്രാഥമിക, ദ്വിതീയ മേഖലകൾക്ക് ആവശ്യമായ സേവനങ്ങൾ കൊടുക്കുന്ന ആരാണ്, തൃതീയ മേഖലയാണ്. അതിനാൽ തന്നെ ഈ മൂന്ന് മേഖലയും കണക്റ്റഡ് ആണ് എന്ന് നമുക്ക് പറയാം. ഇനി ഉൽപാദനവും ഉൽപാദന ഘടകങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. ജനങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഉൽപാദനം എന്ന് പറയുന്നത്. ഉൽപാദനം എന്ന് വെച്ചാൽ എന്താണ്, ജനങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയാണ് എന്ന് പറയുന്നത് ഉൽപാദനം എന്ന് പറയുന്നത്. നിരവധി ഘടകങ്ങളുടെ പ്രവർത്തന ഫലമായാണ് ഉൽപാദനം നടക്കുന്നത്. അതായത് ഉൽപാദനത്തിന് സഹായിക്കുന്ന ഘടകങ്ങളുണ്ടല്ലോ, ഉൽപാദനത്തിന് സഹായിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. ഈ ഘടകങ്ങളെയാണ് ഉൽപാദന ഘടകങ്ങൾ എന്ന് വിളിക്കുന്നത്. അതായത് ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്നിവയാണ് പ്രധാനപ്പെട്ട ഉൽപാദന ഘടകങ്ങൾ. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഉൽപാദന ഘടകങ്ങൾ? ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം. ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്നിവയാണ് പ്രധാനപ്പെട്ട ഉൽപാദന ഘടകങ്ങൾ. അപ്പോൾ ഉൽപാദനം എന്ന് വെച്ചാൽ എന്താണ്, ജനങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഉൽപാദനം എന്ന് പറയുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഉൽപാദന ഘടകം, ഇതിന് സഹായിക്കുന്ന ഘടകങ്ങളെയാണ് ഉൽപാദന ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്നിവയാണ് പ്രധാനപ്പെട്ട ഉൽപാദന ഘടകങ്ങൾ. ഇനി നമുക്കിതിൽ ഓരോന്നായിട്ട് പരിചയപ്പെടാം. ഭൂമി എന്ന് വെച്ചാൽ എന്താണ്, ജലം, വായു, സൂര്യപ്രകാശം, മണ്ണ്, ഖനനം ചെയ്ത ധാതുക്കൾ തുടങ്ങിയവയാണ് ഉൽപാദന പ്രക്രിയയിൽ ഭൂമി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ജലം, വായു, സൂര്യപ്രകാശം, മണ്ണ്, ഖനനം ചെയ്ത ധാതുക്കൾ തുടങ്ങിയവയാണ് ഉൽപാദന പ്രക്രിയയിൽ ഭൂമി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഭൂമി എന്ന് വെച്ചാൽ എന്താണ്, ഭൂമിയിൽ വരുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെയാണ്? ജലമുണ്ട്, അതുപോലെ തന്നെ വായു, സൂര്യപ്രകാശം, മണ്ണ്, അതുപോലെ തന്നെ ഖനനം ചെയ്ത് ലഭിക്കുന്ന ധാതുക്കളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെയാണെന്ന് പറയുന്നത് ഭൂമി എന്നതുകൊണ്ട് ഈ സാമ്പത്തിക പ്രവർത്തനത്തിൽ, അതായത് ഉൽപാദന ഘടകങ്ങളിൽ ഭൂമി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഭൂമിയുടെ ഉപരിതലം, ഭൗമാന്തരീക്ഷം, ഭൂമിയുടെ അന്തർഭാഗം എന്നിവിടങ്ങളിലെ പ്രകൃതി വിഭവങ്ങളാണ് ഉൽപാദനത്തിനായിട്ട് ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ എന്താണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്? ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും അന്തർഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഭൗമാന്തരീക്ഷത്തിൽ നിന്നുള്ള പ്രകൃതി വിഭവങ്ങളാണ് ഇവിടെ നമ്മൾ ഉൽപാദന ഘടകമായിട്ട്, അതായത് ഭൂമിയിൽ ഉൽപാദന ഘടകമായിട്ട് ഉപയോഗിക്കുന്നത്, ഉൽപാദനത്തിനായിട്ട് ഉപയോഗപ്പെടുത്തുന്നത്. അതിന് എക്സാമ്പിളാണ് കൽക്കരി, ജലം, പാറ, മണ്ണ്, വനവിഭവം, കാറ്റ് എന്നിവയൊക്കെ ഇതിന് എക്സാമ്പിളാണ്. അപ്പോൾ ഭൂമിക്ക് എക്സാമ്പിൾ എന്താണ്? കൽക്കരി, ജലം, പാറ, മണ്ണ്, വനവിഭവം, കാറ്റ് എന്നിവയൊക്കെ ഉപയോഗപ്പെടുത്തുന്ന ആ ഒരു ഉൽപാദന ഘടകത്തെയാണ് എന്ന് പറയുന്നത് ഭൂമി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് തൊഴിലാണ്. ഉൽപാദന പ്രക്രിയയിൽ തൊഴിലാളികൾ അധ്വാനശേഷി ഉപയോഗിക്കുന്നതിനെയാണ് തൊഴിൽ എന്ന് പറയുന്നത്. ഉൽപാദന പ്രക്രിയയിൽ തൊഴിലാളികൾ അധ്വാനശേഷി ഉപയോഗിക്കുന്നതിനെ തൊഴിലെന്ന് പറയുന്നു.
തൊഴിലാളികൾ അധ്വാനശേഷി, ഇവിടെ അധ്വാനമാണ് വരുന്നത് അല്ലേ, അധ്വാനശേഷി ഉപയോഗപ്പെടുത്തുന്നതിനെയാണ് തൊഴിലെന്ന് പറയുന്നത്. കായികവും ബുദ്ധിപരവുമായ ശേഷി ഉപയോഗിച്ച് തൊഴിലാളികൾ ഉൽപാദന പ്രക്രിയയുടെ ഭാഗമാക്കുന്നു. അപ്പോൾ തൊഴിലാളികൾ അവിടെ ഉൽപാദന പ്രക്രിയയുടെ ഭാഗമാകുന്നത് എങ്ങനെയാണ്? കായികവും ബുദ്ധിപരവുമായ ശേഷി ഉപയോഗിച്ചിട്ടാണ് അല്ലേ. അതായത് എന്താണ് പറയുന്നത്, കായികവും ബുദ്ധിപരവുമായ ശേഷി ഉപയോഗിച്ചിട്ടാണ് തൊഴിലാളികൾ ഉൽപാദന പ്രക്രിയയുടെ ഭാഗമാകുന്നത്. അവിടെ പ്രധാനമായിട്ടും വരുന്നത് അധ്വാന ശേഷിയാണ് കേട്ടോ. പ്രതിഫലം ലഭിക്കുന്ന തൊഴിൽ ചെയ്യുന്നവരെയാണ് തൊഴിലാളികളായി പരിഗണിക്കുന്നത്. അപ്പോൾ തൊഴിലാളി എന്ന് വെച്ചാൽ എന്താണ് ലഭിക്കുന്നത്? അവിടെ പ്രതിഫലം ലഭിക്കുന്ന തൊഴിൽ ചെയ്യുന്നവരെയാണ് തൊഴിലാളികളായിട്ട് പരിഗണിക്കുന്നത്. നെക്സ്റ്റ് മൂലധനം. മൂലധനം എന്ന് വെച്ചാൽ എന്താണ്? ഏതൊരു ഉൽപ്പന്നത്തിൻ്റെയും ഉൽപാദന പ്രക്രിയയ്ക്ക് മൂലധനം ആവശ്യമാണ്. മൂലധനം എന്ന് വെച്ചാൽ എല്ലാ പ്രവർത്തനങ്ങൾക്കും, ഏത് പ്രവർത്തനം എടുത്തു നോക്കുകയാണെങ്കിലും നമ്മുടെ മൂലധനം ആവശ്യമാണ്. എന്താണ് മൂലധനം എന്ന് വെച്ചാൽ? സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന സമ്പത്തിനെയും വിഭവങ്ങളെയുമാണ് മൂലധനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ മൂലധനം എന്ന് വെച്ചാൽ നമുക്ക് അറിയാം, ഏതൊരു പ്രവർത്തനത്തിനും മൂലധനം ആവശ്യമാണ്. മൂലധനം എന്ന് വെച്ചാൽ ഒരു ഉൽപ്പാദന ഘടകത്തിൽ അല്ലെങ്കിൽ ഒരു ഉൽപ്പന്നം നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എന്താണ് സമ്പത്ത്, വിഭവങ്ങൾ എന്നിവയൊക്കെ ഉണ്ടല്ലോ, ഇതിനെയാണ് എന്ന് പറയുന്നത് മൂലധനം എന്ന് പറയുന്നത്. ഇപ്പോൾ ഫാക്ടറി, കെട്ടിടങ്ങൾ, യന്ത്രങ്ങൾ, അസംസ്കൃത വസ്തുക്കൾ, വാഹനങ്ങൾ, കമ്പ്യൂട്ടറുകൾ, തൊഴിലാളികൾക്കുള്ള വേതനം എന്നിവയെല്ലാം മൂലധനത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ മൂലധനത്തിൻ്റെ ഭാഗം ചോദിക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ്? ഫാക്ടറി, കെട്ടിടങ്ങൾ, യന്ത്രങ്ങൾ, അസംസ്കൃത വസ്തുക്കൾ, വാഹനങ്ങൾ അല്ലേ. നമ്മൾ ഫാക്ടറി ഉപയോഗിച്ചിട്ടാണ്, ഫാക്ടറിയിൽ ആണ് നമ്മുടെ എന്താ പറയുക കുറേ സാധനങ്ങളൊക്കെ ഉൽപ്പന്നങ്ങളൊക്കെ നിർമ്മിക്കുന്നത് അല്ലേ. അപ്പോൾ ഫാക്ടറി അവിടെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താ പറയാം അവിടെ, അപ്പോൾ അതെന്ന് പറയുന്നത് ഒരു മൂലധനമാണെന്ന് പറയാം. അതുപോലെ തന്നെ യന്ത്രങ്ങൾ മൂലം എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ യന്ത്രം എന്ന് പറയുന്നതാണ് മൂലധനമാണ്. അതുപോലെ തന്നെ അസംസ്കൃത വസ്തുക്കൾ വേണ്ടേ ഒരു ഉൽപ്പന്നം നിർമ്മിക്കുന്നതിനായിട്ട്, അതെന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മൂലധനമാണ്. വാഹനങ്ങൾ നമ്മൾ ഇപ്പം എന്താ പറയുക, ഈ വാഹനങ്ങൾ എങ്ങനെയാണ് വരുന്നത്? ഇപ്പോൾ സാധനങ്ങളൊക്കെ കയറ്റുമതി ചെയ്യണം അല്ലേ. അപ്പോൾ അങ്ങനെ സാധനങ്ങൾ കൊണ്ടുപോകുന്നതിനായിട്ടൊക്കെ വാഹനങ്ങൾ ആവശ്യമാണ്. അപ്പോൾ അതെന്ന് പറയുന്നതാണ് ഒരു മൂലധനമാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ മൂലധനം എന്ന് വെച്ചാൽ എന്താണ്? ഏതൊരു ഉൽപ്പന്നത്തിനെയും ഉൽപ്പാദന പ്രക്രിയയ്ക്ക് മൂലധനം ആവശ്യമാണ്. അതായത് സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന സമ്പത്തിനെയും വിഭവങ്ങളെയുമാണ് മൂലധനം എന്ന് പറയുന്നത്. ഈ മൂലധനം എന്ന് പറയുന്നത് പലതരത്തിലുണ്ട്. എന്തൊക്കെയാണ്? സാമ്പത്തിക മൂലധനം, മനുഷ്യ മൂലധനം, ഭൗതിക മൂലധനങ്ങൾ, പ്രകൃതി മൂലധനം എന്നിങ്ങനെ മൂലധനം പലവിധമുണ്ട്. അതായത് സാമ്പത്തിക മൂലധനം എന്ന് വെച്ചാൽ പണമാവാം, നിക്ഷേപങ്ങളായിരിക്കാം. മനുഷ്യ മൂലധനം എന്ന് വെച്ചാൽ കഴിവാവാം, ജ്ഞാനമാകാം. ഭൗതിക മൂലധനം എന്ന് വെച്ചാൽ യന്ത്രങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളായിരിക്കാം. പ്രകൃതി മൂലധനം എന്ന് വെച്ചാൽ വിഭവങ്ങൾ, പരിസ്ഥിതി എന്നിങ്ങനെയായിരിക്കാം. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് വരുന്ന ഉൽപാദന ഘടകമാണ് സംഘാടനം എന്ന് പറയുന്നത്. ഉൽപാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം എന്നിവയെ കൂട്ടിയോജിപ്പിക്കലാണ് സംഘാടനം എന്ന് പറയുന്നത്. ഉൽപാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം എന്നിവയെ കൂട്ടിയോജിപ്പിക്കുന്നതിനെയാണ് സംഘാടനം എന്ന് പറയുന്നത്. ഇതിനായി പ്രവർത്തിക്കുന്നവർ സംഘാടകർ അല്ലെങ്കിൽ സംരംഭകർ എന്നറിയപ്പെടുന്നു. അപ്പോൾ എന്താ പറയുന്നത്? ഉൽപാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം എന്നിവയെ കൂട്ടിയോജിപ്പിക്കുന്നതിനെയാണ് സംഘാടനം എന്ന് പറയുന്നത്. ഇതിനായിട്ട് പ്രവർത്തിക്കുന്നവരെയാണ് സംഘാടകർ അല്ലെങ്കിൽ സംരംഭകർ എന്നൊക്കെ അറിയപ്പെടുന്നത്. ഒരു പുതിയ ബിസിനസ് ആശയം രൂപപ്പെടുത്തുക, അതിനാവശ്യമായ മൂലധനം സമാഹരിക്കുക, ആ ആശയം പ്രാവർത്തികമാക്കുക എന്നിവ സംഘാടനത്തിൻ്റെ ഭാഗമാണ്. ഒരു പുതിയ ബിസിനസ് ആശയം രൂപപ്പെടുത്തുക, അതിനാവശ്യമായ മൂലധനം സമാഹരിക്കുക, ആ ആശയം പ്രാവർത്തികമാക്കുക എന്ന് പറയുന്നതൊക്കെ എന്താണ്? സംഘാടനത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി, ഈ ഉൽപ്പാദന ഘടകങ്ങളെല്ലാം കൂടി ചേർന്നാൽ മാത്രമാണ് ഒരു ഉൽപ്പന്നം രൂപപ്പെടുന്നത് അല്ലേ. അപ്പോൾ ഉൽപ്പാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്നിവയ്ക്ക് എന്താവശ്യമാണ്? പ്രതിഫലം ആവശ്യമാണ്. ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യൻ. ഭൂമിയുടെ പ്രതിഫലം എന്ന് പറയുന്നത് പാട്ടമാണ്. തൊഴിലിൻ്റേതാണെങ്കിലോ കൂലിയാണ്. മൂലധനത്തിൻ്റേതാണെങ്കിലോ പലിശയാണ്. സംഘാടനത്തിൻ്റെ ആണെങ്കിൽ ലാഭമാണ്. എന്തൊക്കെയാണ്? ഭൂമിക്ക് പാട്ടം, തൊഴിലിന് കൂലി, മൂലധനത്തിന് പലിശ, സംഘാടനത്തിന് ലാഭം. ഇമ്പോർട്ടൻ്റ് ആണ്. ഭൂമിക്ക് പാട്ടം, തൊഴിലിന് കൂലി, മൂലധനത്തിന് പലിശ, സംഘാടനത്തിന് ലാഭം എന്നിവയാണ് പ്രതിഫലം എന്ന് പറയുന്നത്. ഉൽപാദകരിൽ നിന്ന് ഉപഭോക്താവിലേക്ക്. അപ്പോൾ നമ്മൾ ഉൽപ്പന്നം ഉണ്ടാക്കി, ഈ ഉൽപ്പന്നം ഉപഭോക്താവിലേക്ക് എത്തണം അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ്? ഇപ്പോൾ നമുക്കൊരു കുട്ടി പറയുന്നതാണ്, എനിക്ക് സാധനങ്ങൾ വേണം ഒരു കടയിൽ പോയിട്ടില്ലേ. ഇതുപോലെ സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കാറില്ലേ. ആഹാരം, പാർപ്പിടം, വസ്ത്രം, ആരോഗ്യം, വിദ്യാഭ്യാസം, വിനോദം തുടങ്ങിയ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായിട്ട് നാം സാധനങ്ങളും സേവനങ്ങളും ഉപയോഗപ്പെടുത്തുന്നു.
മനുഷ്യൻ്റെ ആവശ്യങ്ങൾ സാധിക്കുന്നതിനായി സാധനങ്ങളും സേവനങ്ങളും വാങ്ങി ഉപയോഗപ്പെടുത്തുന്നതാണ് ഉപഭോഗം എന്ന് വെച്ചാൽ. എന്താണ് ഉപഭോഗം എന്ന് വെച്ചാൽ? മനുഷ്യൻ്റെ ആവശ്യങ്ങൾ സാധിക്കുന്നതിനായി സാധനങ്ങളും സേവനങ്ങളും വാങ്ങി ഉപയോഗപ്പെടുത്തുന്നതിനെയാണ് ഉപഭോഗം എന്ന് പറയുന്നത്. വില കൊടുത്തോ വില കൊടുക്കാം എന്ന കരാറിലോ ഏതെങ്കിലും സാധനമോ സേവനമോ വാങ്ങി ഉപയോഗപ്പെടുത്തുന്ന വ്യക്തിയാണ് ഉപഭോക്താവ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഉപഭോഗം എന്ന് വെച്ചാൽ? മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായിട്ട് സാധിക്കുന്നതിനായി സാധനങ്ങളും സേവനങ്ങളും വാങ്ങി ഉപയോഗപ്പെടുത്തുന്നതിനെയാണ് ഉപഭോഗം എന്ന് പറയുന്നത്. ഇനി ഉപഭോക്താവ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ വാങ്ങിക്കുന്ന ആളെയാ അല്ലേ? അതായത് വില കൊടുത്തോ അല്ലെങ്കിൽ വില കൊടുക്കാം എന്ന കരാറിലോ ഏതെങ്കിലും സാധനമോ സേവനമോ വാങ്ങി ഉപയോഗപ്പെടുത്തുന്ന വ്യക്തിയാണ് ഉപഭോക്താവ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഗാന്ധിജി ഉപഭോക്താവിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് വായിച്ച് നോക്കാം. നമ്മുടെ പരിസരം സന്ദർശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ഉപഭോക്താവാണ്. ഉപഭോക്താവ് നമ്മെ ആശ്രയിക്കുകയല്ല, നാം അദ്ദേഹത്തെ ആശ്രയിക്കുകയാണ്. ആ വ്യക്തി നമ്മുടെ ജോലിക്ക് ഒരു തടസ്സമല്ല, അതിൻ്റെ ലക്ഷ്യമാണ്. നമ്മുടെ ഇടപാടിൽ അന്യനും അല്ല, ഇടപാടിൻ്റെ ഭാഗമാണ്. ആ വ്യക്തിക്ക് സേവനം നൽകുന്നത് വഴി നമ്മൾ ഔദാര്യം ചെയ്തു കൊടുക്കുകയല്ല ചെയ്യുന്നത്, സേവിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്ന വഴി നമുക്കൊരു ഔദാര്യം ചെയ്തു തരികയാണ്. അവിടെ നോക്കി, സാധനങ്ങളും സേവനങ്ങളും ഉപയോഗപ്പെടുത്തുമ്പോൾ ഉപഭോക്താവ് എന്ന നിലയിൽ കടകളിൽ നിന്നും സാധനങ്ങളിൽ നിന്നും പ്രാധാന്യവും പരിഗണനയും ലഭിക്കാറുണ്ടോ? നോക്കിയേ, കറി പൗഡറിൽ മായം എന്ന് പറയുന്നുണ്ട്. അളവ് തൂക്ക് തട്ടിപ്പിൽ ഇങ്ങനെ പ്രധാനപ്പെട്ട കുറേ തട്ടിപ്പുകളൊക്കെ നടക്കുന്നുണ്ട്, മായം ചേർക്കുന്നുണ്ട്. അപ്പോൾ സാധനങ്ങൾ വാങ്ങുമ്പോഴും സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോഴും ഉപഭോക്താവ് എന്ന നിലയിൽ എന്തൊക്കെ അവകാശങ്ങളാണ് നമുക്ക് കിട്ടേണ്ടത്? ഗുണമേന്മ ലഭിക്കണം, വിൽപ്പാനന്തര സേവനം ലഭിക്കണം, വിശ്വാസ്യത, അളവിലും തൂക്കത്തിലും കൃത്യത ഉണ്ടായിരിക്കണം അല്ലേ? അപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന ഒരു സാധനമാണെന്നുണ്ടെങ്കിൽ ഗുണമേന്മയായിരിക്കണം, അതുപോലെ തന്നെ വിൽപ്പാനന്തര സേവനം, വിശ്വാസ്യത, അതുപോലെ തന്നെ അളവിലും തൂക്കത്തിലും കൃത്യത ഉണ്ടായിരിക്കണം. ഇവിടെ നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഈ വില MRP എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? എക്സ്പയറി ഡേറ്റ് നോക്കാറുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഉപഭോക്താവിന് കിട്ടേണ്ട അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ ബന്ധപ്പെട്ട സർക്കാർ വകുപ്പുകളെയും ഉപഭോക്തൃ കോടതികളെയും സമീപിക്കാവുന്നതാണ്. അപ്പോൾ ഉപഭോക്താവിന്, അതായത് നമുക്ക് എന്തെങ്കിലും ഒരു പരാതി ഉണ്ടെന്നുണ്ടെങ്കിൽ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഉപഭോക്തൃ കോടതികളെയും സമീപിക്കാം. ജില്ലാ, സംസ്ഥാന, ദേശീയ തലങ്ങളിൽ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതികൾ നിലവിലുണ്ട്. ഉപഭോക്താക്കൾ ചൂഷണം ചെയ്യപ്പെടുന്നത് തടയുന്നതിനായി ശക്തമായ നിയമങ്ങൾ, ഉപഭോക്തൃ വിദ്യാഭ്യാസം എന്നിവ ആവശ്യമാണ്. 1986 ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്നാണ്? 1986 ഇമ്പോർട്ടൻ്റ് ആണ്. ജനജീവിതം മെച്ചപ്പെടണമെങ്കിൽ സാധനങ്ങളും സേവനങ്ങളും ആവശ്യമാണ്. പ്രകൃതി വിഭവങ്ങളും മനുഷ്യാധ്വാനവും സാങ്കേതിക വിദ്യയും ഉപയോഗപ്പെടുത്തിയാണ് സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നത്. ഉൽപ്പാദനം, മിച്ചോൽപ്പാദനം, കൈമാറ്റ സമ്പ്രദായങ്ങൾ, സാങ്കേതിക വിദ്യ ചെലുത്തിയ സ്വാധീനം, വിപണികളുടെ വളർച്ച എന്നിവ സമ്പദ് വ്യവസ്ഥയുടെ പുരോഗതിയെ സ്വാധീനിക്കുന്നുണ്ട്. പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളുടെ പരസ്പര ബന്ധവും സമ്പദ് വ്യവസ്ഥയെ ചലനാത്മകമാക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ ഈ ചാപ്റ്റർ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ഇട്ടോളൂ. അതുപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ചാപ്റ്റർ ഭൂഖണ്ഡങ്ങളിലൂടെ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ.